ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ക്യാൻവ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നാണ്. അപ്പം ക്യാൻവ വച്ചിട്ട് എങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാം എന്നുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കമ്പ്യൂട്ടർ നോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് പോലെ റൺ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയിട്ട് നിങ്ങൾക്ക് ഇതുവഴി ചെയ്യുന്ന കാര്യങ്ങൾ സെല്ല് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് ഈ ഒരു വിസിറ്റിംഗ് കാർഡ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. ഈ വിസിറ്റിംഗ് കാർഡ് ഡിസൈൻ ചെയ്തത് ഞാനാണ്. ഓക്കെ, ഈ ഒരു നോട്ടീസ് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ സെറയുടെയൊക്കെ പ്രോഡക്റ്റുകൾ ഇതെല്ലാം ഡിസൈൻ ചെയ്ത് കൊടുത്തത് ഞാനാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിനാണ്, ഇപ്പോൾ നമ്മുടെ മൈ ചോയ്സ് എന്ന് പറയുന്ന സ്റ്റോറിന് ഞാൻ ചെയ്തു കൊടുത്തതാണ്. ഓക്കെ, ഇതെങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതൊക്കെ ഇത് ചെയ്തു കൊടുത്തതല്ല, എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കമ്പ്യൂട്ടർ നോളജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളവർക്ക് ആ ഒരു സ്കില്ല് നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചെടുക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇതേപോലത്തെ പ്രിൻറ്റിങ് യൂണിറ്റോ അങ്ങനെ ഒരു ചെറിയൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പോലെ നിങ്ങൾക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാൻവ ഉപയോഗിച്ചിട്ട് അവർ പറയുന്ന ഡിസൈൻ, ഇപ്പോൾ അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഐഡിയാസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും നമുക്ക് ഔട്ട്കം കിട്ടുക എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഡിജിറ്റലി എല്ലാവരും നോക്കുകയാണെങ്കിൽ എല്ലാവരും ഫേസ്ബുക്ക്, ഇപ്പോൾ കുറേ നമ്മുടെ ഓൺലൈൻ സ്റ്റോറുകളുണ്ടാവും. അവരുടെ പേജുകളിലൊക്കെ ഈ പോസ്റ്റുകൾ ഇടാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റാർട്ട് ഓപ്പണിംഗ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഫുഡ്സിൻ്റെ ഐറ്റം ആയിരിക്കും നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെ ചെയ്യാം? പിന്നെ ഞാനിപ്പോൾ കാണിച്ച വിസിറ്റിംഗ് കാർഡ്, ഈ വിസിറ്റിംഗ് കാർഡ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം, ഇതുപോലെ ഒരു നോട്ടീസ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ആവശ്യമുള്ളവരെ കണ്ടുപിടിക്കുക എന്നുള്ളതിലാണ് നിങ്ങളുടെ സ്കില്ലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്വന്തമായിട്ട് പ്രിൻറ്റിങ് ഒക്കെ ചെയ്ത് കൊടുക്കാനുള്ള കാപ്പബിലിറ്റി ഉള്ളവർ അങ്ങനെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തേർഡ് പാർട്ടി, ഇപ്പോൾ നിങ്ങൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ക്ലയൻറ്റിനെ അവർ പറയുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഔട്ട്ലെറ്റ് പോലെ ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. ഇത് കൺഫേം ആക്കിയതിന് ശേഷം നിങ്ങളൊരു പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയതിന് ശേഷം അവരുടെ കയ്യിൽ എന്ത് ചെയ്യാം, അവരുടെ കൊടുത്തതിന് ശേഷം അവരടുത്ത് പറയുക ഇത് ഈ ഒരു യൂണിറ്റ് എത്രയാണോ അവർ പറയുന്ന യൂണിറ്റ് പ്രിൻ്റ് ചെയ്ത് തരണമെന്ന് പറയുക. ആ ഒരു കോസ്റ്റിൻ്റെ ഒരു ചെറിയൊരു പേഴ്സൻറ്റേജ് നിങ്ങൾ കൂട്ടിയതിന് ശേഷം ആ ഒരു എമൗണ്ട് നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ചെറിയൊരു ബിസിനസ് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ഫേവർ വെച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് അറിയാമെന്നുള്ള ഒരാളായിരിക്കും നമ്മുടെ ആദ്യമായിട്ട് വരിക. അപ്പോൾ അവരടുത്ത് പറയുക നിങ്ങളല്ലേ എനിക്ക് വേണ്ട എന്നുള്ളത്. അത് തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, നമ്മളൊന്നും ആർക്കും ഒന്നിങ്ങനെ നമുക്കറിയാമെന്നുള്ളൊരു കാര്യമല്ലേ. അപ്പം അങ്ങനെ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എമൗണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മേടിക്കുക. ഓക്കെ, ആ ഒരു ശീലം വളർത്തിയെടുക്കുക. ഓക്കെ, അപ്പം ഞാൻ പിന്നെ നമുക്ക് ഓൺലൈൻ വഴി ഇത് വിൽക്കാനായിട്ട് പറ്റും. അതെല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ക്യാൻവയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോവുക. കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും, പക്ഷേ മൊബൈലുണ്ടെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. എന്നാലും നിങ്ങൾ കുഴപ്പമില്ല, എന്നാലും നമുക്കൊന്ന് സഹിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുക, CANVA എന്ന് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റ് വരും, ഫ്രീ ഡിസൈൻ ടൂൾ, പ്രസൻറ്റേഷൻ, വീഡിയോ ട്യൂട്ടോറിയൽ കാര്യങ്ങളെല്ലാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നായിരിക്കും കാണിക്കുക. കാരണം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഗൂഗിൾ വഴിയോ സൈനപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഇമെയിൽ ID വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തു, സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വിസിറ്റിംഗ് കാർഡ് ചെയ്യണം. വിസിറ്റിംഗ് കാർഡ് ഞാൻ അവിടെ സെർച്ച് ബട്ടണിൽ പോയതിന് ശേഷം വിസിറ്റിംഗ് എന്ന് അടിച്ചു. ഇതാ ഇവിടെ വരുന്നുണ്ട് വിസിറ്റിംഗ് കാർഡ്. ഇപ്പോൾ എനിക്കെന്തോ വേണം, ബാനർ വേണം. യൂട്യൂബ് ബാനർ, യൂട്യൂബ് ചാനൽ ബാനർ, ലിങ്ക്ഡിൻ ബാനർ, ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ. അടുത്ത ഒരു കാര്യം, ഫേസ്ബുക്ക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുവാണേ. ഫേസ്ബുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫേസ്ബുക്ക് പോസ്റ്റ്, ഫേസ്ബുക്ക് കവർ, ഫേസ്ബുക്ക് ആഡ്, കണ്ടോ, ഫേസ്ബുക്കിന് ആഡ് കൊടുക്കാനുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഇവിടെ കിട്ടും. ഈവൻ നമുക്കൊരു സ്പ്രെഡ്ഷീറ്റ് ഇപ്പോൾ ഈസി ആയിട്ട് നോട്ടീസ് ചെയ്ത് കൊടുക്കണമെങ്കിലോ നോട്ടീസ് ബോർഡിൽ ഇടാനുള്ള കാര്യമോ അങ്ങനെ ചെയ്യാം. പിന്നെ ബർത്ത്ഡേ കാർഡ് ചെയ്യാം. പിന്നെ വെഡ്ഡിങ് കാർഡ് ചെയ്യാം. വെഡ്ഡിങ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കല്യാണം വിളിക്കുന്ന ആ കാർഡ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഞാൻ വെഡ്ഡിങ് കാർഡിൻ്റെ കാര്യം കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഞാനിപ്പോൾ ഒരു വെഡ്ഡിങ് കാർഡിൻ്റെ എടുക്കുകയാണ്.
ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഫോണ്ടുകൾ കിട്ടും. ഓക്കെ, ഇതിനെല്ലാം നെഗറ്റീവ് പറയുന്നവർ അവരവരുടെ കാര്യം നോക്കി പോവുക, എൻ്റെ വീഡിയോ കാണാൻ നിൽക്കരുത്. ഓക്കെ, ഇപ്പോൾ താല്പര്യമുള്ളവർ ചെയ്യുക, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ബേസിക് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഫ്രീ അക്കൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പെയ്ഡൊന്നുമല്ല. അപ്പം നമുക്ക് ഫ്രീ അക്കൗണ്ടിൽ ഈ ഒരു പ്രോ എന്ന് ഇട്ടിട്ടുള്ള, അതായത് ഒരു കിരീടം ഉള്ള ഒരു ഇതുണ്ടാവും. അതിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാതെ ഇതിപ്പോൾ ഫ്രീയാണ്, ഇത് ഫ്രീ ആണ്, ഇത് ഫ്രീ അല്ല. പ്രോ എന്നുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പെയ്ഡാണ്. അപ്പോൾ ബർത്ത്ഡേ അല്ല, ഇത് നമ്മളിപ്പോൾ വെഡ്ഡിങ് കാർഡാണ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഈ ഞാൻ കാണിച്ച വിസിറ്റിംഗ് കാർഡും എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ ഒരു മെൻറ്റൽ കപ്പാസിറ്റി പോലെ, അതായത് നിങ്ങളുടെ ഐഡിയ പോലെ ആൾക്കാർക്ക് എന്ത് വേണം എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എനിക്കൊരു വെഡ്ഡിങ് കാർഡ് ചെയ്യണം. ഇത് റോബർട്ട് ആൻഡ് ഏഞ്ചല. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നുണ്ടാവും. കസ്റ്റമൈസ് ടെംപ്ലേറ്റിൽ വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യാം. കാരണം നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സാർ ഈ വെഡ്ഡിങ് കാർഡ് എങ്ങനെയുണ്ട്, ഈ ഡിസൈൻ മതിയോ എന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ മതിയാവോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറേ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ എങ്ങനെ സിമ്പിളായിട്ടുള്ളത് വേണോ, അല്ലെങ്കിൽ മറ്റേ അവരുടെ ഇമേജ് വെച്ചിട്ടുള്ളത് വേണോ. ഇതെല്ലാം ഇമേജൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ള ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സേവ് ദ ഡേറ്റോ ആ ഒരു മാറ്റർ അവർ തരുമല്ലോ, കല്യാണത്തിൻ്റെ ആ ഒരു മാറ്റർ അവർ തരും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പേര് മാറ്റുകയാണേ, ബിജോയ് എന്നാക്കുന്നു. പെൺകൊച്ചിൻ്റെ പേരില്ല. ഓക്കെ, ബിജോയ് ആൻഡ് പേരില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ആ ഡേറ്റ് തിരുത്തണം. നമുക്ക് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു വെഡ്ഡിങ് സ്റ്റൈൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും കൂടെ അതിനകത്ത് കുത്തിക്കയറ്റാറാണ് പതിവ്. അപ്പോൾ അവർ തരുന്ന മാറ്റർ എന്താണെന്ന് നോക്കിയതിന് ശേഷം അതിനകത്ത് എല്ലാം കൂടെ കുത്തിക്കയറ്റി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, PDF പ്രിൻറ്റ് കൊടുക്കുക. PDF പ്രിൻറ്റ് കൊടുക്കുക. ഡൗൺലോഡ് ഇവിടെ ഷെയറിൻ്റെ അവിടെ കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തിട്ട് PNGക്ക് പകരം PDF പ്രിൻറ്റ് കൊടുക്കുക. ഈ PDF പ്രിൻറ്റ് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇമേജ് ആയിട്ടാണ് അതിന് പ്രിൻ്റ് എടുക്കാൻ അവർ വേണം. ഇപ്പോൾ പ്രിൻറ്റിൽ നമ്മൾ കൊടുത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇമേജ് ആയിട്ടോ വേണമെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യുക, PDF to JPG എന്നോ PNG എന്നോ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതേപോലത്തെ സൈറ്റുകൾ വഴിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ഡൗൺലോഡ് ചെയ്ത PDFനെ നല്ലൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പിക്ചറായിട്ട് കൺവെർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈസി ആയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു കാര്യം കഴിഞ്ഞു. അടുത്ത എലമെൻറ്റ് സെക്ഷൻ. എന്താണ് എലമെൻറ്റ് സെക്ഷൻ എന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, പിക്സബേ എന്ന് പറയുന്ന സൈറ്റ്, അത് ഇതുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ നമ്മുടെ ഇന്ത്യൻ വെഡ്ഡിങ്ങിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ക്യാറ്റൊന്ന് അടിക്കുകയാണ്. ക്യാറ്റൊന്ന് അടിച്ചു. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ടുള്ള ഇമേജസ് കിട്ടി. അപ്പോൾ ഞാൻ കല്യാണ ലെറ്ററിൽ ക്യാറ്റ് ആഡ് ചെയ്യുന്ന ആദ്യത്തെ ആളായിരിക്കും ഞാൻ. അപ്പോൾ ഞാൻ ഈ ക്യാറ്റിനെ എടുത്തിട്ട് ബിജോയിൻ്റെ അവിടെ ഞാനിപ്പോൾ ക്യാറ്റ് വെച്ചു. അപ്പോൾ മനസ്സിലായില്ലേ, ഈ എലമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താണോ അവിടെ വേണ്ടത്. ഇപ്പോൾ ആപ്പിൾ വേണമെങ്കിൽ ആപ്പിൾ ഒന്ന് സെർച്ച് ചെയ്യുക, കുറേ ആപ്പിളിൻ്റെ ഇമേജ് കിട്ടും. അതിൻ്റെ അകത്തും അതുപോലെ തന്നെയാണ് പ്രോ എന്നുണ്ടാവും. ഇത് പ്രോ വേരിയൻറ്റിന് നമുക്ക് ക്യാഷ് കൊടുക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ ഇതെല്ലാം ഫ്രീ ആണ്. ഞാൻ ആപ്പിളിനെ എടുത്തു. ആപ്പിളിനെ നമുക്ക് ചെറുതാക്കാം. ഈസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിലോട്ടൊന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു സ്കില്ലാണ് ഇവിടെ വേണ്ടത്. അതായത് ഒരു ഇമാജിനേഷനാണ് വേണ്ടത്. അതായത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ ഉള്ളവർക്ക് ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ എലമെൻറ്റിൻ്റെ സെക്ഷനും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ തീർന്നു, എലമെൻറ്റ് തീർന്നു. അടുത്ത് ബ്രാൻഡ് ഹബ്ബ്, അതൊന്നും വേണ്ട. അപ്ലോഡ് സെക്ഷനിലെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഫയൽ വേണം. അതായത് എനിക്കിപ്പോൾ എൻ്റെ ഇമേജ്, അപ്പോൾ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് പറയാണ്, ബിജോയ് പിന്നെ പേരിലേക്കും ഒരു ഇത് വേണം, എന്നെയും ഫോട്ടോ വയ്ക്കണം. ബിജോയുടെ സ്ഥാനത്ത് ഒരു ബിജോയുടെ ഫോട്ടോയും വയ്ക്കണം. അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന കപ്പിൾ ഫോട്ടോ സെറ്റ് ചെയ്ത് തരണം എന്ന് പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും വയ്ക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫോട്ടോ അവർ അയച്ചു തരാൻ പറയുക. ഓക്കെ, ഫോട്ടോ അയച്ചു തരുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അപ്ലോഡ് ഫയൽസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ അപ്ലോഡ് ഫയൽ നമ്മൾ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ടല്ലായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ നോർമൽ ഇമേജ് പോലെ ആയിരിക്കും വരുന്നത്. ഞാൻ ഇപ്പോൾ ഉദാഹരണം കാണിച്ചു തരാം. ഈ ഫോട്ടോ കണ്ടോ, ഈ ഫോട്ടോ പോലെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്പിൾ മാത്രം വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഓരോ ആപ്പിളിനെയും നമുക്ക് വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പാരൻ്റ് ആവും. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് അറിയത്തില്ല. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഈ ഒരു ഇമേജ് ഞാൻ വെച്ചു, എന്നാൽ ഈ ഒരു ആപ്പിളിനെയും എടുത്തു വെച്ചു. എനിക്ക് ഈ ആപ്പിളിനെ മാത്രം കാണിച്ചാൽ മതി, ബാക്ക്ഗ്രൗണ്ടിനെല്ലാം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലയൻറ്റ് അയച്ചു തരുന്ന ഈ ആപ്പല്ലല്ലോ ഇമേജിൻ്റെ ബോഡി ഫുള്ളും കട്ട് ചെയ്തിട്ട് ഒരു ട്രാൻസ്പാരൻ്റ് ആക്കി എടുക്കണം. അപ്പം ഒന്നേ നിങ്ങൾക്ക് അപ്ലോഡ് സെക്ഷനിൽ പോയതിന് ശേഷം അപ്ലോഡ് ഫയൽസ് കൊടുത്തതിന് ശേഷം എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ കൊടുത്തതിന് ശേഷം എഡിറ്റ് ഫോട്ടോ കൊടുക്കുക. ഓക്കെ, അപ്ലോഡ് സെക്ഷനിൽ പോവുക, നിങ്ങൾ ഫോട്ടോ കൊടുക്കുക, എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ഫോട്ടോ ചെയ്യുക. എന്നിട്ട് BG റിമൂവർ, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, ഇത് പ്രോ വെർഷനിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ക്യാഷ് അടച്ചാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തേക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ 4000 എങ്ങോട്ടായിരുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു, 1 വർഷത്തേക്ക്. പൈസയൊക്കെ ഉള്ളവർ അതെടുക്കുക, ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ ഫ്രീ ആയിട്ട് ഇത് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് അടിക്കുക. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ അറിയാമെന്നുള്ളവർക്ക് കട്ട് ചെയ്തെടുക്കാം, ഇല്ലാത്തവരാണ് പറയുന്നത്. അപ്പം നമുക്ക് അഡോബിൻ്റെ സൈറ്റിൽ ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ടിനകത്ത് ക്ലാരിറ്റി കുറയും. നമുക്കിപ്പോൾ നമ്മുടെ ഒരു വെഡ്ഡിങ് കാർഡാണ് ചെയ്യുന്നത്, അപ്പോൾ അതിന് ക്ലാരിറ്റി എന്തായാലും കൂടുതലാണ്. അപ്പോൾ അഡോബിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ക്ലാരിറ്റിയിൽ അവർ ഫ്രീ ആയിട്ട് തരും. മറ്റതുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാരിറ്റീനെ അവർ കുറച്ചിട്ടായിരിക്കും തരിക. അപ്പോൾ നിങ്ങൾ അഡോബിൻ്റെ അകത്ത് ചെല്ലുക, എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് യുവർ ഫോട്ടോ, ആ ഫോട്ടോ എടുത്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അഡോബ് തന്നെ കണ്ടോ ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കട്ട് ചെയ്തിട്ട് തരും. ഈ കട്ട് ചെയ്തിട്ട് തരുന്ന ഫോട്ടോനെ നിങ്ങൾ നേരെ അപ്ലോഡ് സെക്ഷനിൽ ചെന്നിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുക. ഇതേപോലെ ഒരു ഫോട്ടോ ഒന്ന് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് എന്നുള്ള സെക്ഷൻ ഉണ്ടാകും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, ലൈറ്റ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള കുറേ മാജിക് ടൂൾസുകൾ നമുക്ക് അവൈലബിൾ അല്ല. ബ്ലർ ചെയ്യണമെങ്കിൽ ബ്ലർ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ കുറേ മാജിക് ടൂൾസ് അവൈലബിൾ അല്ല എന്ന് പറയാൻ കാരണം നമ്മൾ പെയ്ഡ് അല്ലല്ലോ. പെയ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, പക്ഷേ ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ അവർ തരുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്, കാണിച്ചു തരാം. ഓക്കെ, നമുക്കിത് ഓൾറെഡി ഉണ്ടായിരുന്ന ടെക്സ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഇത് ആഡ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ വലുതായിരിക്കാം, ആഡ് സബ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. ആഡ് ലിറ്റിൽ ബോഡി ടെക്സ്റ്റ്, ലിറ്റിൽ ബിറ്റ് ഓഫ് ബോഡി ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോഡി ടെക്സ്റ്റിനെയാണ് ലിറ്റിൽ എന്ന് പറയുന്നത്. ഈ ഹെഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ദ ഡേറ്റ് ഹെഡിങ് ആണ്. പിന്നെ ഈ പേരടിച്ചത് ആഡ് സബ് ഹെഡിങ് ആണ്. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഏത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്താണ് ബിജോയ് ഈസ് ഓക്കെ, ഞാനിങ്ങനെ അടിക്കുവാണേ, ഇങ്ങനെ ഒരു വാക്കടിച്ചു. ആൻഡ് ഇങ്ങനെ അടിച്ചതിന് ശേഷം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്യാൻവ SANS എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ഫോണ്ട് നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടിലോട്ട് വെച്ചു. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് തന്നെ കുറേ സബ്സെക്ഷനും ഉണ്ട്. അതായത് എക്സ്ട്രാ ബോൾഡ്, പിന്നെ ഇതിൻ്റെ അകത്ത് ബോൾഡ്, കുറേ ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം ഉള്ളതുകൊണ്ട് ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ടെക്സ്റ്റിൻ്റെ കാര്യം. അടുത്ത ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം എനിക്ക് വരുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം നമ്മളെന്തായാലും ഇങ്ങനെ ഡ്രോ ചെയ്ത് ചുമ്മാ തുലയ്ക്കണ്ട പ്രോജക്റ്റിനെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇപ്പോൾ ഈ ഡിസൈൻ സേവ് ചെയ്യുക എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഡിസൈൻ മനസ്സിലായി, എലമെൻറ്റ് മനസ്സിലായി, അപ്ലോഡ് മനസ്സിലായി, ടെക്സ്റ്റ് മനസ്സിലായി, ഡ്രോ മനസ്സിലായി. ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് വേണോ നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് തംബ്നെയിൽ ഉണ്ടാക്കണമെന്ന് വയ്ക്കുക. തംബ്നെയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, യൂട്യൂബ് തംബ്നെയിൽ. ഓക്കെ, വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഇവരെന്ത് ചെയ്യുക, ഫ്രീ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഇതായിരുന്നു, പക്ഷേ പ്രോ അക്കൗണ്ടിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്താണ്, ഫ്രീ ആയിട്ടുള്ളത് ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ബ്രൈഡൽ മേക്കപ്പ്, എന്നിട്ട് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ ഒരു കസ്റ്റമൈസേഷൻ അനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ഈ ഒരു പെൺകുട്ടീനെ എടുത്ത് മാറ്റുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നു, ജസ്റ്റ് ഇതാണെന്ന് വയ്ക്കുക. അടുത്ത ഇതിന് ശേഷം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നു, ബിജോയ് എന്നടിക്കുന്നു. ഓക്കെ,
ഇത് ഇത്രയും ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇത്രയും ചെയ്യുന്നു, കാര്യം കഴിഞ്ഞു. ഓക്കെ, ഇതിന് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഇനി ഞാൻ കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഇതേപോലത്തെ പ്രിൻ്റബിളൊക്കെ നിങ്ങൾ PDF പ്രിൻ്റായിട്ടും ഇതേപോലത്തെ ഫയലുകൾ നിങ്ങൾ PNG ആയിട്ട് തന്നെ സേവ് ചെയ്താലും മതി. ഡൗൺലോഡ് കൊടുക്കുക, ഡൗൺലോഡ് സ്റ്റാർട്ട് ആവും. അപ്പോൾ ഇതേ ഉള്ളൂ. ഈ ഒരു എന്താ പറയുക, ക്യാൻവ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല വൃത്തി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം ഒരു തുടക്കക്കാരന് വരെ ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു നോർമലാണ്. ഇതേപോലെ നമ്മൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഓൺലൈൻ വഴി നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ Etsy എന്ന് പറയുന്ന സ്റ്റോർ, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ Etsy എന്ന് പറയുന്ന സ്റ്റോർ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിടാം. ഓക്കെ, നമുക്ക് കാശ് ചിലവാക്കേണ്ട ഇതാണ്. Etsyക്കകത്ത് ഓൺലൈനായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് വിസിറ്റിംഗ് കാർഡ്, പിന്നെ അവരുടെ ബർത്ത്ഡേ കാർഡ്, പിന്നെ ഡെത്ത് മരിക്കുമ്പോൾ ഉള്ള കാർഡ്, പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യണം, അവർക്കൊന്നും എന്ത് പറയാൻ ഈസി ആയിട്ട് നടക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പരിപാടി. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഫൈവറിൽ പോവുക. ഫൈവറിൽ പോയതിന് ശേഷം അവിടെ ഒരു രജിസ്റ്റർ ചെയ്തതിന് ശേഷം, അതിൻ്റെ ഞാൻ വീഡിയോ വരുന്നുണ്ട്, രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കപ്പെടും എന്നുള്ള ഒരു പോസ്റ്റർ അവിടെ ഉണ്ടാക്കിയിടുക. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ പ്രൊഫഷണലായിട്ട് ഇതിനകത്ത് കാര്യങ്ങളെല്ലാം ചെയ്തു തരും എന്നുള്ളത്. ഓക്കെ, ചെയ്തു തരും. നിങ്ങളുടെ നീഡിനനുസരിച്ച് ഞാൻ ഇതേപോലെ നിങ്ങളുടെ കസ്റ്റമൈസേഷൻ, നിങ്ങളുടെ ഇമാജിനൈസേഷൻ അനുസരിച്ച് ഞാൻ ഈ പ്രോഡക്റ്റ് ചെയ്തു തരും എന്നുള്ളത് നിങ്ങളവിടെ വയ്ക്കുക. ഇത് കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ട് എനിക്ക് ഇതേപോലെ ചെയ്തു തരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്യാൻവയിൽ കയറുക. അവർക്ക് വേണ്ട അളവ് അവരുടെ അടുത്ത് ചോദിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് പോസ്റ്ററാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെഡ്ഡിങ് കാർഡ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ബർത്ത്ഡേ കാർഡ് വേണം എന്നവർ പറയുകയാണ്. ബർത്ത്ഡേ കാർഡ് അവരുടെ മോൻ്റെ ബർത്ത്ഡേക്കാണ്, ബർത്ത്ഡേ കാർഡ് വേണം എന്ന് പറയുകയാണ്. അപ്പോൾ ജസ്റ്റ് ബർത്ത്ഡേ കാർഡ് എടുക്കുന്നു. ഞാൻ ഉദാഹരണം, അവർക്ക് വീഡിയോ പോലെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോലെ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് കസ്റ്റമൈസ് ചെയ്യുകയാണ്. കസ്റ്റമൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഇമേജ് എന്ത് ചെയ്യാം, ആ കൊച്ചിൻ്റെ ഇമേജ് എടുത്ത് വെച്ച് കൊടുക്കാം. ഡിലീറ്റ് ഇമേജ് അപ്ലോഡ്സിൽ പോയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഉപകാരമായെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുള്ളവർക്ക് നേരെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.